ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് മക്രോണി പോളയാണ്, മക്രോണി കേക്ക്. ഇത് ആക്ച്വലി ചട്ടിപ്പത്തിരിയുടെ ടേസ്റ്റൊക്കെ തോന്നും. നല്ല ടേസ്റ്റിയാണ്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നോക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഉപയോഗിച്ചത് 100 ഗ്രാം വേവിച്ച മക്രോണി, അതുപോലെ 4 ഏലക്കായും കുറച്ച് പഞ്ചസാരയും, 1 കപ്പ് പഞ്ചസാര, പിന്നെ 4 മുട്ട, അതുപോലെ കുറച്ച് തേങ്ങ ചിരവിയത്, പിന്നെ കുറച്ച് പാല്, പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ആവശ്യമുള്ളത് നെയ്യ്. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് കാഷ്യൂ, കുറച്ച് കിസ്മിസ്. അപ്പോൾ മുട്ടയും ഏലക്കായ, അതുപോലെ പഞ്ചസാര, പാല്, ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ നന്നായി അടിച്ചെടുത്തതിന് ശേഷം മക്രോണിയും തേങ്ങയും പിന്നീട് മിക്സ് ചെയ്താലും മതി. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. അങ്ങനെ മിക്സിയിൽ അടിച്ചെടുത്തത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ മക്രോണിയും തേങ്ങയും കൂടി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പിന്നീട് ഞാനിതിലേക്ക് കാഷ്യൂനട്ടും അതുപോലെ കിസ്മിസും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ്. അത് വറുത്ത് കോരിയതിന് ശേഷമാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ കാഷ്യൂവും കിസ്മിസും വറുത്ത് കോരിയതിന് ശേഷം ഈ ചൂടായ പാനിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മിക്സ് ആഡ് ചെയ്യണം. നല്ല ചൂടായതിന് ശേഷം, നല്ല ചൂട് വേണം ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ. പിന്നീട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ 30 മിനിറ്റ് വേവിക്കുകയാണ് ചെയ്തത്. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ട് കാഷ്യൂവും കിസ്മിസും കൂടി അതിന് മുകളിൽ വിതറുക. അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ബാക്കി 20 മിനിറ്റും കൂടി വേവിക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഫോർക്കോ സ്ക്യൂറോ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുക, ഉള്ളിൽ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർക്ക് മേലൊന്നും ഒട്ടിപ്പിടിക്കില്ല, അപ്പോൾ അത് വെന്തെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതൊരു 2-3 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് തണുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ. താങ്ക് യു.